കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആളിടിച്ചു കയറി തുടങ്ങിയതോടെ ലാഭം ഇരട്ടിപ്പിക്കാൻ യാത്രക്കാരെ പിഴിഞ്ഞ് വിമാനത്താവള അധികൃതർ. നെടുമ്പാശ്ശേരിയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട യൂസർ ഫീസ് ഇരട്ടിയിലധികം കൂട്ടി കിയാൽ. അന്താരാഷ്ട്ര യാത്രക്കാർ ഇനി വിമാന ടിക്കറ്റിന് പുറമെ 1263 രൂപ കൂടി നൽകുമ്പോൾ ഡൊമസ്റ്റിക് യാത്രക്കാർ 378 രൂപയും നൽകണം. കണ്ണൂർ വിമാനത്താവളത്തെ എങ്ങനെയും സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ശേഷം ഓഹരികൾ എത്രയും വേഗം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനാണ് നീക്കം. ഇതിനുവേണ്ടി ലാഭം ഇരട്ടിയാക്കണം. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങുകയാണ് കിയാൽ എന്ന കണ്ണൂർ വിമാനത്താവള കമ്പനി. യൂസർ ഡെവലപ്മെന്റ് ഫീസ് മാർച്ച് 31 മുതൽ ഇരട്ടിയിലധികമാക്കുകയാണ് കണ്ണൂർ വിമാനത്താവള കമ്പനി. നെടുമ്പാശ്ശേരി വിമാനത്താവള കമ്പനി നടപ്പാക്കി പൊളിഞ്ഞ പദ്ധതിയാണ് ഇത്. കിയാലിന്റെ തീരുമാനത്തോടെ കണ്ണൂരിൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റ് നിരക്ക് ഉയരും. മാർച്ച് അവസാനം തുടങ്ങുന്ന വേനൽക്കാല ഷെഡ്യൂളിൽ അന്താരാഷ്ട്ര യാത്രക്കാരിൽ നികുതി ഉൾപ്പെടെ 1263 രൂപയും ആഭ്യന്തര യാത്രക്കാരിൽ നിന്ന് 378 രൂപയുമാണ് ഈടാക്കുക. നിലവിൽ ഇത് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 590 രൂപയും ആഭ്യന്തര യാത്രക്കാർക്ക് 177 രൂപയുമായിരുന്നു. കണ്ണൂരിന്റെ അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകൾക്ക് 1000 രൂപയും ആഭ്യന്തര യാത്രയ്ക്ക് 250 രൂപയും യൂസർ ഫീസ് ഈടാക്കാൻ എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അനുമതി നൽകിയിരുന്നു. സർവീസ് തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും തുക ഈടാക്കേണ്ടതില്ല എന്ന് കിയാൽ തീരുമാനിക്കുകയായിരുന്നു. ആളുകൾ ഇരച്ചെത്തിയതോടെ നിരക്ക് കൂട്ടുകയും ചെയ്യുന്നു. 31 മുതലുള്ള യാത്രാ ടിക്കറ്റുകൾ മുൻകൂറായി എടുത്തവർക്ക് പുതുതായി നിലവിൽ വന്ന വർധന പ്രകാരം ബാക്കിയുള്ള തുക കൂടി അടയ്ക്കണമെന്ന് കാണിച്ച് വിമാന കമ്പനികൾ നോട്ടീസ് അയക്കുന്നുണ്ട്. സർക്കാരിന്റെ മുഴുവൻ ആനുകൂല്യവും കൈപ്പറ്റിയ ശേഷം സർക്കാർ കമ്പനി അല്ലെന്നാണ് കിയാൽ ഇപ്പോൾ പറയുന്നത്. വിമാനത്താവള കമ്പനി സർക്കാർ ഉടമസ്ഥതയിലല്ലെന്നാണ് കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയ വിശദീകരണത്തിലുള്ളത്. CAG റിപ്പോർട്ടിൽ ഈ കാര്യം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. CAG റിപ്പോർട്ടിന്റെ 15ാം പേജിലാണ് ഇത് സംബന്ധമായി CAG വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. 1091 കോടി രൂപ മുടക്കിയാണ് ഭൂമി വാങ്ങിയത്. 892 കോടി രൂപ സർക്കാർ ഗ്യാരണ്ടി ലോൺ എടുത്ത ശേഷമാണ് കിയാൽ വിമാനത്താവളം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2000 കോടിയോളം രൂപയാണ് കിയാൽ സർക്കാരിൽ നിന്നും പല വഴിയിൽ കൈപ്പറ്റിയിരിക്കുന്നത്. എന്നിട്ടും തങ്ങളുടേത് സർക്കാർ കമ്പനി അല്ലെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ CAGയോട് കിയാൽ MD പറയുന്നത്. സർക്കാർ ഗ്യാരണ്ടി നൽകിയ 2000 കോടി രൂപയുടെ ലോണിലാണ് കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവള കമ്പനി ലിമിറ്റഡിനാണ് പൂർണ്ണ നിയന്ത്രണം. 6700-ലേറെ ഓഹരി ഉടമകൾ. സംസ്ഥാന സർക്കാരിന് 35% ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളത്. ഇതുകൊണ്ട് തന്നെ താമസിയാതെ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലേക്ക് വിമാനത്താവളം എത്തുമെന്ന സംശയം സജീവമാണ്. ഇതിനിടെയാണ് യൂസർ ഫീ ഉയർത്തുന്നത്.